ഹലോ, അംബൂസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ട് ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നല്ല തിരക്കായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ. അതിന് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്ലാൻസ് ആണെന്ന് നമുക്ക് കണ്ടുപോകാം. അതിനിടയ്ക്ക് നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റേറ്റ് കുറവുള്ള വെറൈറ്റീസ് തന്നെ തുടങ്ങാം. റേറ്റ് കൂടുതലുള്ള വെറൈറ്റീസൊക്കെ സെയിലായി പോയി. കുറവുള്ളതൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് കൂടുതലും. അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി പിങ്ക് കൊളറാട്ടയാണ്. പിങ്ക് കൊളറാട്ടയുടെ റേറ്റ് 80 രൂപയാണ് കേട്ടോ. ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത്. അതുപോലെ തന്നെ DTDC വഴി കൊറിയർ അയക്കുള്ളൂ കേട്ടോ. സ്പീഡ് പോസ്റ്റ് ഭയങ്കര റിസ്ക്കാണ്. ചതുരത്തിൽ പാക്ക് ചെയ്യണം, വട്ടത്തിൽ പാക്ക് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്കൊരു രക്ഷയില്ല. പരമാവധി സ്പീഡ് പോസ്റ്റ് ഒഴിവാക്കിയിട്ട് DTDC തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. എനിക്ക് ഭയങ്കര പാടാണ്. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഞാൻ 2 പേർക്കുള്ളത് അങ്ങനെ പാക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചുകൊണ്ട് DTDC കൊണ്ട് അയക്കേണ്ടി വന്നു. അത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്കിവിടെ ഭയങ്കര പാടാണ് സ്പീഡ് പോസ്റ്റ് അയക്കാൻ കേട്ടോ. DTDCയിൽ അയക്കുന്നതായിരിക്കും എനിക്ക് സൗകര്യം. കാരണം എനിക്ക് പാക്കിങ്ങൊക്കെ ഭയങ്കര പാടായിരിക്കും. ചതുരത്തിലും വട്ടത്തിലൊക്കെ പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരത്തിലൊക്കെ പാക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ചതുരത്തിൽ പാക്ക് ചെയ്താലും 4 സൈഡും ഒരേ ലെവലിലിരിക്കും, ഒരേ അളവിലിരിക്കണം. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. എന്തുകൊണ്ടും DTDC തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ DTDCയിൽ നമുക്ക് പ്ലാൻസ് 3 ദിവസം അല്ലെങ്കിൽ 2-ാം ദിവസം 3-ാം ദിവസമോ പ്ലാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇങ്ങനെ പ്ലാന്റ് കിട്ടിയില്ല എന്ന് കിട്ടും എന്നൊക്കെ എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണം. ഞാനതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വിട്ടുപോകും. നിങ്ങൾ ഓരോ പാക്കിങ്ങിൻ്റെ സമയത്ത് നല്ല തിരക്കായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരാളോട് ചോദിച്ചാൽ മതി. ഞാൻ ഒത്തിരി പേർക്ക് റിപ്ലൈ കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ മെസ്സേജിനും റിപ്ലൈ തരാറുണ്ട്. എന്നോട് ചോദിക്കുന്ന എല്ലാ മെസ്സേജിനും ഞാൻ എനിക്ക് കഴിയാവുന്ന റിപ്ലൈസ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി പിങ്ക് കൊളറാട്ട. 80 രൂപയാണ് കേട്ടോ. ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത്. നങ്വാങ്ങിൻ്റെ ട്യൂബർ പ്ലാന്റാണ്. ഇന്നലെ കാണിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ. അത് വെച്ചാൽ ഇതൊക്കെ പർപ്പിൾ നങ്വാങ്ങാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ബോട്ടിലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് 80 രൂപയാണ് കേട്ടോ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ്. ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത്. നങ്വാങ് വെറൈറ്റിയാണ് കേട്ടോ. നങ്വാങ് വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ ഫ്ലവറിൻ്റെ ചുറ്റും ഒരു ലീഫ് പോലെയൊക്കെ കാണും കേട്ടോ. അതാണ് നങ്വാങ് വെറൈറ്റിയുടെ പ്രത്യേകത. അപ്പം ഇത് ട്യൂബർ പ്ലാന്റാണ്. 80 രൂപയാണ് കേട്ടോ റേറ്റ്. ഇരുട്ടാകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വീഡിയോ പറഞ്ഞു പോവുകയാണ്. ഇത് അറോറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അറോറയുടെ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് 250 രൂപയാണ് കേട്ടോ. അപ്പം ഇന്നലെ ഞാനൊരു വാട്ടർ ലില്ലി സെയിൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്കൊരു കമൻറ്റ് കിടക്കുന്നു. കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സറികളിൽ വാട്ടർ ലില്ലി 250 രൂപയ്ക്ക് ചട്ടിയോട് കൂടി കിട്ടുമെന്ന്. അപ്പം അത് ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണെന്നാണ് പറയുന്നത്. അവർ കമൻറ്റിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വാട്ടർ ലില്ലീസ് ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് സെയിൽ ചെയ്യുന്നത്. എനിക്ക് ഹാർഡി വെറൈറ്റീസ് വാട്ടർ ലില്ലീസ് ഒന്നുമില്ല. ഹാർഡി വെറൈറ്റീസ് ഇല്ല. അപ്പം ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നുണ്ട് ട്രോപ്പിക്കൽ വെറൈറ്റീസാണ്. അതുപോലെ പിന്നെ ചട്ടിയോട് കൂടി 250 രൂപയ്ക്ക് കിട്ടുന്നു. അവർക്ക് ഐഡിയ അറിയത്തില്ല. ശരിയാണ്. ഞാൻ ഐഡിയ അറിയില്ല എന്ന് പറഞ്ഞൊരു വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സീഡ്ലിങ്ങിന് ഐഡിയ അറിയത്തില്ല. കാരണം ആ ഒരു സീഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു എന്നാന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ഒന്ന് കയറി കാണാൻ പറ്റുന്നവരൊന്ന് കയറി കാണുക കേട്ടോ. അപ്പം സീഡ്ലിംഗ് എന്താണെന്ന് വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ സീഡ്ലിംഗ് ഒക്കെ ആണെങ്കിൽ അതിന് ഐഡിയ ഇല്ല. അങ്ങനെയുള്ള വെറൈറ്റീസ് സീഡ്ലിംഗ് എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുന്നുണ്ട്. ഐഡിയ അറിയില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വെറൈറ്റീസും കൊടുക്കാറില്ല. അപ്പം അവർ പറഞ്ഞിരിക്കുന്ന നഴ്സറികളിൽ പിങ്ക് അല്ലെങ്കിൽ വയലറ്റ് അല്ലെങ്കിൽ വെള്ള അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. എനിക്ക് റേറ്റ് കൂടുതലാണെന്നാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണേലും അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, റേറ്റ് കൂട്ടി ഞാൻ ഇടുന്നില്ല കേട്ടോ. ചട്ടിയോട് കൂടി കിടക്കുന്നത് നമുക്കിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചട്ടിയോട് കൂടി ഞാൻ കൊടുക്കും. ആർക്കാണെങ്കിലും ഞാൻ കൊടുക്കും. പക്ഷേ നമുക്ക് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുമ്പം ഇതേ പറ്റത്തുള്ളൂ. ഞാൻ മാർക്കറ്റിൽ എത്ര റേറ്റാണോ ഉള്ളത് ആ റേറ്റിനേ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ പേഴ്സണലായിട്ട് നമ്മളോട് ഒരുപാട് പ്ലാൻസ് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ചിലപ്പം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരാൾ മാത്രമല്ല, എല്ലാവരും സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട്.
ഓക്കെ. അപ്പം ഞാൻ റേറ്റ് കൂട്ടിയിട്ട് എനിക്ക് എൻ്റെ പ്ലാൻസിന് റേറ്റ് കൂടുതലാണെന്നാണ് എനിക്കറിയില്ല. അങ്ങനെയാണോ പറഞ്ഞേ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്താണേലും അവരോട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്താ പറയുന്നത് നോക്കട്ടെ. അപ്പോൾ അവർ നഴ്സറികളിൽ ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. നഴ്സറികളിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിപ്പോയ ഒന്നുകിൽ വിവി പാരസ് വെറൈറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ തീരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും അവർ സെയിൽ ചെയ്യുന്നത്. അപ്പം ഞാനാണെങ്കിലും റേറ്റ് എത്രയാണ്, വിവി പാരസ് മിക്ക വെറൈറ്റീസും ഞാൻ 100 രൂപ താഴെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 100 രൂപ 120 രൂപ ആ ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ചട്ടിയോട് കൂടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും ചട്ടിയോട് കൂടി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, കൊറിയർ അയക്കാൻ പറ്റത്തില്ലല്ലോ, മണ്ണും ചട്ടിയും അതോടുകൂടി അയക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാണേലും വീട്ടിൽ വന്നെടുക്കുന്നവർക്ക് ചട്ടിയോട് കൂടി കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ആ ചട്ടി എന്ന് പറയുന്നത് ഈ ഒരു വലിപ്പമുള്ളായിരിക്കും. നിങ്ങൾ കൊണ്ട് നടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നാണേലും ആ ചട്ടിയിൽ നിന്ന് നിങ്ങൾ മാറ്റി വയ്ക്കണം. നിങ്ങൾ നഴ്സറിയിൽ നിന്ന് പോയി മേടിക്കുവാണെങ്കിൽ ഇതുപോലത്തെ ചട്ടിയായിരിക്കും കിട്ടുന്നത്. ഈ ഒരു വലിപ്പമുള്ള ചട്ടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് മാറ്റി വെച്ചാൽ മാത്രമേ, വലിയ പോട്ടിലേക്ക് മാറ്റി വെച്ചാൽ, കൈ കിട്ടിയായിട്ട് മാറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വലിയ ഫ്ലവറും അതിനനുസരിച്ച് വലിപ്പവും കിട്ടുള്ളൂ ഫ്ലവറിന്. അതെല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞാൻ ഒരിക്കലും റേറ്റ് കൂട്ടിയിടുന്നില്ല. അത് കാണുന്നവർക്കറിയാം. മാർക്കറ്റിൽ എത്ര റേറ്റ് ഉണ്ടോ, ആൾക്കാർ എത്ര റേറ്റാണോ സെയിൽ ചെയ്യുന്നോ അത്രയും റേറ്റാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അറിയാമല്ലോ, കുറേ പേർക്കറിയാം. പിന്നെ 700-നും 800-നും 1000-നും 2000-നും 3000-നും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പബ്ലിക്കായിട്ട് ഞാൻ റേറ്റ് പറയാറില്ല അന്നേരം ഒന്നും. കാരണം അതെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. നമുക്ക് പബ്ലിക്കായിട്ട് അതിൻ്റെ ഒന്നും റേറ്റ് പറയാൻ പറ്റില്ല. കൂടിപ്പോയ 1000 രൂപയുടെ വരെ റേറ്റ് പറയുന്നുണ്ട്. പക്ഷേ അതിലപ്പുറത്തേക്കും വാട്ടർ ലീസ് ഉണ്ട്. ഒരുപാട് പേർക്ക് അറിയാൻ മേലാത്തതുണ്ട്. ഇടയ്ക്കും സ്പേസ് ഇല്ലാതെ വന്നു ഫോണിന്, അതുകൊണ്ട് കുറേ ഡിലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അയക്കുന്നത് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെയിൽ ചെയ്യുന്നതെല്ലാം കുറേ പേർക്ക് സെയിൽ ചെയ്യുന്ന വെറൈറ്റീസിനെല്ലാം അതിൻ്റേതായ റേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതാണോ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല കേട്ടോ. അവർ റേറ്റ് കൂടുതലാണെന്നാണോ ഉദ്ദേശിച്ചത് ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക്. അതെനിക്ക് അവരുടെ റിപ്ലൈ എനിക്ക് കിട്ടണം. അതാരും ആയിക്കോട്ടെ, അവരുടെ റിപ്ലൈ എനിക്ക് കിട്ടണം. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, വാട്ടർ ലില്ലിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാൻ മേലാത്തതുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക്, അതായത് വിയറ്റ്നാം വെറൈറ്റീസൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് 50,000 60,000 അതിൽ കൂടുതൽ 1,00,000 രൂപയുടെ ഒക്കെ വെറൈറ്റീസ് നമുക്കിവിടെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും ഒരു എനിക്ക് തോന്നുന്നു ഒരു 50% അല്ല അതിൽ കൂടുതൽ ശതമാനം ആൾക്കാർക്ക് ഈ വാട്ടർ ലില്ലീസിനെ കുറിച്ച് അറിയത്തില്ല. ഇത്രയും റേറ്റ് ഉണ്ടെന്ന് ഒന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച്, അതായത് നമ്മൾ ഈ ഒരു 10,000 രൂപയുടെയൊക്കെ വാട്ടർ ലില്ലീസ് നമ്മൾ സെയിൽ വീഡിയോ, അതായത് യൂട്യൂബിലേക്കൂടെ അങ്ങനെ ഇത്രയും റേറ്റിനൊന്നും ഇടുന്നില്ല. എന്നാലും ആ റേറ്റിനുള്ള വെറൈറ്റീസ് ഉണ്ടോ എന്ന് അത്രയും റേറ്റാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർ തലേ കൈ വയ്ക്കുക. അത്രയും റേറ്റ് ഉണ്ടോ വാട്ടർ ലില്ലീസിന്? ഞാൻ പിന്നെ പറയാം, അതൊന്നും അല്ല അതിൻ്റെ റേറ്റ്. വെളിയിൽ നിന്ന് ഈ സാധനം, ഈ വാട്ടർ ലില്ലീസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ 450 രൂപയ്ക്ക് കൊടുക്കുന്ന ഹസാബാദിനൊക്കെ 50,000 രൂപയ്ക്കൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. അത് വർഷങ്ങൾ കൊണ്ടാണ് നമുക്കത് ഈ റേറ്റ് 400-450 രൂപ ഈ ഹസാബാദിന് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിയത്. അത് ആ സമയത്ത് അന്നേരം നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഹോബിയായിട്ട് വളർത്തുന്നവർക്ക് അന്നേരം നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വീണ്ടും പറയാണ്, റേറ്റ് ഒന്നും കൂടുതലില്ല കേട്ടോ. ഉള്ള റേറ്റ്, അതായത് നമുക്ക് മറ്റുള്ളവർ എത്ര റേറ്റിനാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ ഒരു റേറ്റ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, അവരെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. പിന്നെ നഴ്സറിയിൽ നിന്ന് മേടിച്ചാൽ അവർക്ക് ഐഡിയ അറിയത്തില്ല. അപ്പം ചിലർ വന്ന് ചോദിക്കും, എന്തെങ്കിലും ഒരു കളറ് എനിക്ക് തന്നാൽ മതി ഏതെങ്കിലും ഒരു വാട്ടർ ലില്ലി തന്നാൽ മതി എന്ന് പറഞ്ഞു വരുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഐഡിയ അറിയേണ്ടവരാണ് നമ്മളെപ്പോലുള്ളവർ. ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് റേറ്റ് ഉണ്ട്. മൾട്ടിപെറ്റൽ വെറൈറ്റീസിന് റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ വാട്ടർ ലില്ലീസിനൊക്കെ. ഇതൊക്കെ വർഷങ്ങൾ കൊണ്ടാണ് ഈ 250, 300, 400, 500, 1000 ഒക്കെ എത്തി നിൽക്കുന്നത് കേട്ടോ. ഇത് ഇംഗ്ലീഷ് റോസാണ് കേട്ടോ. ഒരു നൈറ്റ് ബ്ലൂമറാണ് ഇംഗ്ലീഷ് റോസിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു 2 പ്ലാന്റ് ട്യൂബർ പ്ലാന്റ് ഉണ്ടായിരിക്കും. ഇന്നലെയും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം സെയിലായി പോയിട്ടുണ്ട്. ബാലൻസ് ഒരെണ്ണോടെ ഉണ്ട് കേട്ടോ ട്യൂബർ പ്ലാന്റ്. ഇനിയും 2 ഉണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോഴാണ് കാണുന്നത്. 2 പ്ലാന്റ് കൂടെ ഇംഗ്ലീഷ് റോസിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. കോളുകൾ ഒഴിവാക്കണം കേട്ടോ. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോളുകൾ ഒഴിവാക്കണേ. ഇംഗ്ലീഷ് റോസിൻ്റെ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് 300 രൂപയാണ് കേട്ടോ. വിവി പാരസ് ആണ് കേട്ടോ. ബ്ലൂ വിസിലാണേ. വിവി പാരസ് വെറൈറ്റി ബ്ലൂ വിസിലാണ്. ബ്ലൂ വിസിലിൻ്റെ റേറ്റ് 80 രൂപയാണ് കേട്ടോ.
കണ്ടോ, ഇതുപോലത്തെ വെറൈറ്റീസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ 100 രൂപ. പിന്നെ അവർ നഴ്സറിക്കാർ ഒന്നിച്ചാണ് എടുക്കുന്നത്. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ചിലപ്പം കൂടുതൽ വെറൈറ്റീസ് എടുക്കുമ്പോൾ ചിലപ്പം കുറച്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കും നഴ്സറിയിൽ 250 രൂപ, ചട്ടിയോട് കൂടി 250 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പം അവർ ഒന്നുമില്ലെങ്കിലും ലാഭമില്ലാതെ അവർ എന്താണേലും സെയിൽ ചെയ്യത്തില്ലല്ലോ. അപ്പം ഇത് ബ്ലൂ വിസിലാണേ. ബ്ലൂ വിസിലിൻ്റെ റേറ്റ് 80 രൂപയാണ് കേട്ടോ. ബി പാരസ് ആണ് കേട്ടോ. അടുത്ത ഓസ്ട്ര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഓസ്ട്രയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 2, 3, 4 ബഡുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 150 രൂപയാണേ. അടുത്ത വെറൈറ്റി റൂബിയാണ് കേട്ടോ. റൂബി ഒരു ബി പാരസ് വെറൈറ്റിയാണ്. ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഇന്ന് വിരിഞ്ഞാണ് കേട്ടോ ഫ്ലവർ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ 2-3 പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. റൂബിയുടെ റേറ്റ് 130 രൂപയാണ് കേട്ടോ. റൂബിയുടെ റേറ്റ് 130 രൂപയാണ്. ബി പാരസ് ആണ്. ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. ഈസ് ഗോൾഡിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് ട്യൂബർ. ഇതാണ് ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നടാം, അല്ലെങ്കിൽ ഈ ലീഫ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് റൂട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് നട്ടു വയ്ക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും നടാം. ഇതിൻ്റെ റേറ്റ് 250 രൂപയാണ് കേട്ടോ. ട്യൂബർ പ്ലാന്റ് ആണ് ഇത്. നല്ല ഉരുണ്ടിട്ടുള്ള ട്യൂബറാണ്. സെൻറ്റ് ലൂയിസ് ഗോൾഡാണ് കേട്ടോ. മഞ്ഞ കളറിൽ വാട്ടർ ലില്ലിയാണ് സെൻറ്റ് ലൂയിസ് ഗോൾഡ്. ഇത് ഞാൻ പറഞ്ഞാൽ ഇത് ഇവിടം വെച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് ഇതിന് ഇത് കണ്ടില്ലേ, റൂട്ട് വന്നതിന് ശേഷം ലീഫെല്ലാം നന്നായിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് നട്ടു വയ്ക്കാം. ഓക്കെ, ഈ വാട്ടർ ലില്ലീസ് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ റൂട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ജനലിൻ്റെ അടുത്തോ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചാലും മതി. നമുക്ക് ഡയറക്റ്റ് നേരിട്ട് വെയിൽ കിട്ടുന്നിടത്ത് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ വീഡിയോയും ഷോർട്ട് വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നവരൊന്ന് കയറി കാണാം കേട്ടോ. സെയിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ അത് ശരിക്കും വീഡിയോ ചെയ്തത്. അപ്പം ഇത് തന്നെ കണ്ട് ബോറടിക്കണ്ടല്ലോ എന്നോർത്തുകൊണ്ട്, ഞാൻ പറയുന്നത് കേട്ട് തന്നെ ബോറടിക്കണ്ടല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു സെയിൽ വീഡിയോ കൂടെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ.